സംഗീത സല്ലാപം ലൈവ് മ്യൂസിക്കൽ ഫാമിലിയുടെ മറ്റൊരു സംഗീത സായാഹ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാം കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു. നമ്മളെല്ലാവരും ഒത്തുകൂടിയൊരു പ്രോഗ്രാമായിരുന്നു. ഈ പ്രോഗ്രാമിൽ നിലവിളക്ക് കൊളുത്തി പ്രോഗ്രാം തുടങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. എല്ലാ ഗായകരും ഏകദേശം 50ഓളം ഗായകർ എത്തിച്ചേർന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് നടന്നത്. സംഗീത സല്ലാപത്തിൻ്റെ ഒരു വളരെ വിശിഷ്ടമായൊരു ടീ ബ്രേക്കാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ മോഹൻ ചേട്ടനും ഹാജ മൊയിനും സാറിൻ്റെ വകയായിട്ടുള്ള ഇത് വിശിഷ്ടം എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് സെക്രട്ടറി ഇങ്ങനെ ഒരു നമുക്കൊരു ടീ ടൈം ഒരു ട്രീറ്റ് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ വിശിഷ്ടം എന്ന വേർഡ് ഉപയോഗിച്ചത്. അല്ല, ഇതിന് ശേഷം വളരെ വിഭവസമ്പന്നമായ ഒരു ഡിന്നർ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു ബ്രേക്ക് എന്നുള്ള നിലയിൽ മാത്രമാണ് ഇപ്പോൾ കട്ടൻ ടീ ബ്രേക്കാണ്. അപ്പം കണ്ടോ, ഇന്നിവിടെ ഭയങ്കര ക്രൗഡാണ്. കാരണം സെക്രട്ടറി വിളിച്ചു കൂട്ടിയ ഒരു വിശിഷ്ടമായ ഒരു ട്രീറ്റിൻ്റെ ഡേ ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ സെക്രട്ടറി പറയൂ മോഹൻ ചേട്ടാ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എല്ലാവരും കൂടെ ഒത്തുകൂടാനായിട്ട് വേദി ഒരുങ്ങുന്നു അല്ലേ, കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഇന്ന് മോഹൻ ചേട്ടൻ 2 പാട്ട് പാടി. ആ 2 പാട്ടും തന്നെ സൂപ്പറായിരുന്നു. അതിൽ ഒരെണ്ണം അമാവാസി നാളിൽ ഒരു പൂർണ്ണചന്ദ്രനെ കണ്ടു എന്ന പാട്ടായിരുന്നു. ആ പാട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റായ പാട്ടാണ്. ചേട്ടാ അതെടുത്ത് പാടിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡിന്നറിന് എന്തൊക്കെയാണ് ചേട്ടാ കരുതിയിരിക്കുന്നത്? പൊറോട്ടി, ചിക്കൻ, മട്ടൺ ഇല്ലേ? എന്താണ് ബീഫ് വളർത്തിയതുണ്ടോന്നാ? ഇന്ന് ഞാൻ ഇവിടെ കുക്ക് ചെയ്തത്, ടീ മേക്ക് ചെയ്തത് രാജിയും ഞാനും കൂടിയായിരുന്നു. അവിടെ വലിയ വീട്ടമ്മയെ പോലെ നിന്ന് കണ്ട ടീ. ഓക്കെ രാജി, താങ്ക് യു ഫോർ ടീ മേക്കിംഗ് കേട്ടാ. എൻ്റെ കണ്ട് നീ വെച്ചേക്ക്. എന്തായാലും ജയൻ സാറ്, കൃഷ്ണ നീ ബേഗനെ വാരോ ഇവിടെ കിടുക്കി കളഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ എവിടെയൊക്കെ നിന്നാലും എൻ്റെ ചെവി അവിടെ തന്നെ നിന്നു. ഞാൻ കൂടെ പാടുകയായിരുന്നു. വളരെ ഭക്തിമയമായിരുന്നു. ഭയങ്കര ഡിവോഷണൽ സിംഗിങ് ആയിരുന്നു. ഭയങ്കര വോയിസ് മാച്ച് ആയിരുന്നു. സൂപ്പറായിട്ട് പാടി. എപ്പോഴും താളം പെശക് വരുമെങ്കിലും ഇതിലൊരു താളപ്പിഴയും വന്നില്ല. അത്രയും കൃഷ്ണന്റെ ഒരു അനുഗ്രഹം ആ പാട്ടിലുടനീളം ഉണ്ടായിരുന്നു. ഡോക്ടറുടെ മുഖത്ത് അതിനുശേഷം ഒരു തേജസ്. അതിനുശേഷം എല്ലാവരും, പിന്നെ മാത്രമല്ല ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രേമോദാരനായി പാടി. നമ്മുടെ സജിച്ചേട്ടൻ്റെ ഒപ്പം പ്രേമോദാരനായി പാടാൻ എനിക്കൊരു അവസരം കിട്ടി. നന്നായിട്ട് പാടിയെന്നായിരുന്നു പൊതുവേ എല്ലാവരും പറഞ്ഞത്. അല്ലേ സുഷ സാറേ, ഞാൻ ജീവിതത്തിൽ കേട്ടില്ലാത്തൊരു പാട്ടാണ് പാടിയത്. അത് ഏത് പാട്ട് സാറേ? അതെ, തപ്തവസന്തത്തിൽ നഷ്ടവസന്തത്തിൽ തപ്ത നിശ്വാസം എന്നുള്ള ഗാനമാണ് പാടിയത്. ഞങ്ങളുടെ ബീനാമേത്തി ചേച്ചി കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചി കിട്ടുന്നത്. ഇന്ന് കഴുത്തിട്ടിരിക്കുന്ന മാലയുടെ പ്രത്യേകതയെ കുറിച്ചായിരുന്നു ഇവിടുത്തെ സിംഗേഴ്സ് എല്ലാം വണ്ടർഫുള്ളായി നോക്കിക്കൊണ്ടിരുന്നത്. ഭയങ്കര സ്മേച്ച് ആയിട്ടുള്ളൊരു മാല, കോസ്റ്റ്യൂമിനനുസരിച്ച് തന്നെ. പിന്നെ പ്രസന്റ് ആൻറ്റിയുടെ കാര്യം പറയാനില്ല. സാരി സ്പെഷ്യൽ ആൻറ്റിയാണ്. കാരണം വെച്ചാൽ ഇവിടെ മാച്ച് വിത്ത് മാച്ച് അല്ലേ, ബ്ലൗസും സാരിയും ഭയങ്കര മാച്ചായിട്ട് ഇട്ടുകൊണ്ട് വരുന്ന ഒരു സാരി മോഡൽ കൂടിയാണ് പ്രസന്ന ആൻറ്റി. ഹലോ പ്രസന്ന ആൻറ്റി. പിന്നെ ഇന്ന് ഞങ്ങളുടെ സെക്രട്ടറിയുടെ മോഹൻ ചേട്ടൻ്റെ വൈഫ് സിന്ധു ചേച്ചി പാടിയ പാട്ടില് ചേട്ടൻ ധന്യനായി എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ്റെ മുഖത്തൊന്ന് നോക്കിക്കൂടെ സിന്ധു ചേച്ചി? എന്തിനാണ് ഇത്രയും സുന്ദരിയായിട്ട് നിന്നിട്ട് ചേട്ടൻ്റെ മുഖത്തൊന്ന് നോക്കിക്കൂടെ? അപ്പോഴാ ചേട്ടന് എന്ന് മുഖത്ത് നോക്കണേ. അതായത് മഞ്ഞൾ ചേക്കേറും മകര പെൺപക്ഷി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ കോസ്റ്റ്യൂമൊക്കെ സൂപ്പറായിരുന്നു. നല്ല പച്ചയും അജന്തയുടെ നല്ല കോമ്പിനേഷൻ. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ഷീല ചേച്ചിയാണ് സ്ലിം ബ്യൂട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തടി കുറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. എന്തോ ഗുളിക കഴിച്ചാണ് തടി കുറച്ചതെന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ചേച്ചി തടി കൂടിപ്പോയി. പക്ഷേ ഇപ്പൊ ചേച്ചി നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കുകയാണ്. ലക്ഷ്മിയുടെ കമ്മല് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കുശല ചേച്ചി എപ്പോഴെത്തിയത്? കുശല ചേച്ചി എപ്പോഴെത്തി? അയ്യോ മാല സൂപ്പർ. ഇതെന്ത് ധന്യ. ഇവിടുത്തെ ഫീമെയിൽ സിംഗേഴ്സ് എല്ലാം ഭയങ്കര കോസ്റ്റ്യൂം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, എല്ലാവരും ഭയങ്കര കോസ്റ്റ്യൂമൈസ്ഡ്. അതായത് എല്ലാവരും മാല, കമ്മൽ, ഡ്രസ്സ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ധന്യയും ഒരുപാട് മാറിയിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ളായി. പിന്നെ കുശല ചേച്ചി ഈ മാല എവിടെ നിന്നാണ് കിട്ടിയത്? നല്ല മാല കേട്ടാ, അടിപൊളി. സാറാണോ വാങ്ങിച്ചെന്ന്?
മിണ്ടുന്നില്ല, അത് രഹസ്യമാണല്ലേ, പറയണ്ട. ഓക്കെ. ആ ദേവി കന്യാകുമാരി രമ ചേച്ചി കണ്ട, ദേവി കന്യാകുമാരിയുടെ ആ പട്ട് ലേലം ചെയ്തപ്പോ പട്ട് ഇവിടുന്ന് ട്രെയിൻ കയറി പോയി വാങ്ങിച്ചിട്ടാണ് ഇന്നിവിടെ ദേവിയെ പോലെ വന്ന് നിൽക്കുന്നത്. ചേച്ചി ഒരിക്കലും ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നത്, സിന്ധു ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന്. സൂപ്പർ കോസ്റ്റ്യൂം, നന്നായിട്ട് പാടി. അയ്യോ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ദേവി കന്യാകുമാരി എന്ന് പാടിയ പാട്ട് ഏതാണ്? പ്രിയ സഖി ഗംഗ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അറിയാണ്ട് പറഞ്ഞു പോയതാണ് സത്യമായിട്ടും. കണ്ട, ആ പാട്ടും ചേച്ചിയുടെ വേഷം എല്ലാം കൂടെ. അതുകൊണ്ടാണല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടത് അല്ലേ? സൂപ്പറായിരുന്നു. ആ ഞങ്ങളുടെ സിന്ധു ചേച്ചി, എൻ്റെ ദൈവമേ, ഇത്രയും ബ്യൂട്ടിഫുള്ളായി സിന്ധു ചേച്ചി ഇന്ന് വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം പച്ചയും മജന്തയും തമ്മിൽ ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. മാലയൊക്കെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പൂക്കൾ പനിനീർ പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാണിയമ്മ പാടിയ പാട്ട് ചേച്ചിയും ഹസ്ബൻഡുമായിട്ട് പാടി. പക്ഷെ ഒറിജിനൽ സിംഗർ പാടിയതുപോലെ തന്നെയായിരുന്നു പാടിയത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര അധികം അഭിനന്ദിച്ചിരുന്നു ചേച്ചീനെ. ഇത് ഞങ്ങളുടെ നൈനാൻ ചേട്ടൻ്റെ വൈഫാണ്. വല്ലപ്പോഴും കൂടെ വരുള്ളൂ. പക്ഷെ ഭയങ്കര മേക്ക് ഓവറാണ്. ചേട്ടനെക്കാളും യങ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ കുട്ടി സാർ എന്ന് പറഞ്ഞാൽ തല മൊട്ടയടിച്ചതിന് ശേഷം കുട്ടിയായി. അതുകൊണ്ട് ഇനി മുടി വളർത്തത്തില്ല എന്നാണ് തീരുമാനം. പിന്നെ ഞങ്ങളുടെ ടീ മേക്കർ കുക്ക്. ഹലോ കുക്ക്, നിന്റെ പാട്ട് ഏതായിരുന്നടി? അല്ല, ഇപ്പൊ പാടിയത് പിന്നെ 7-ാം മാളിക മേലെ. നല്ലതായിരുന്നു. നല്ല പാട്ടായിരുന്നു. ഞങ്ങളുടെ രവിചേട്ടന്റെ മിസ്സസ് ഉണ്ട് ഇവിടെ. ഭയങ്കര ഗാന ആസ്വാദകയാണ്. പാടൂല്ലെങ്കിൽ എല്ലാ പാട്ടിന്റെ A തൊട്ട് Z വരെ അറിയാം. ആരെങ്കിലും ഇവിടെ തെറ്റിച്ച് പാടി ഉടനെ എന്നെ നോക്കി ഒരു ചിരിക്കും അല്ലേ? അതുകൊണ്ട് വലിയ പാട്ടിന്റെ ആസ്വാദകയാണ് രവിചേട്ടൻ. നന്നായിട്ട് പാടുകയും ചെയ്തു. ഏതാണ്? 7-ാം മാളിക മേലെ എന്നുള്ള പാട്ട്. ഞാൻ എല്ലാവരും ടച്ച് ചെയ്ത് അരുൺ സാറുമായിട്ടാണ് ഇന്ന് രാജിയുടെ പാട്ട് അല്ലേ അരുൺ സാറേ? ഏത് പാട്ട് സാറേ? ആകാശം. ബിജു സാർ പാടിയില്ലേ ഇതുവരെ? ഏത് പാട്ടാണ്? പറന്നുപോയി. അയ്യോ, എന്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ് കേൾക്കാൻ വേണ്ടിട്ട്. പവിടിക്കോണം. എന്താണ് ഇങ്ങനെ ഒതുങ്ങി വന്ന് നിൽക്കുന്നത്? സാർ പാടിയോ? ഏത് പാട്ടാ സാറേ? ഇടനാഴിയിൽ. ഓ, അജയകുമാർ സാറിന്റെ പാട്ട് ഞാൻ കേട്ടു. സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും ഇന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ. സാർ അതിനു മുമ്പേ, ക്യാപ്റ്റൻ അതിനു മുമ്പേ വിളിക്കുകയാണ്. വീണ്ടും പാട്ട് തുടങ്ങിക്കോ എന്നുള്ള സൈറൺ മുഴങ്ങി കഴിഞ്ഞു. ഞങ്ങളുടെ തഹസിൽദാർ സാറ്. അയ്യോ എൻ്റെ ദൈവമേ, കൃഷ്ണ ദ്വാരക എവിടെ? ദൈവമേ, ഞാൻ കരഞ്ഞു പോയി കേട്ടോ. സാറ് സൂപ്പറായിട്ട് പാടി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കടലിനക്കര പോണോരേ, കാണാ പൊന്നിന് പോണോരേ, ഗംഭീരമായിട്ട് പാടി. സാറ് പാടിയില്ലേ? പാടിയില്ല. അപ്പം ഞാനത് വെയിറ്റ് ചെയ്യാണ്. രജീഷായിരുന്നു ഞങ്ങളുടെ തുടക്കം. ഭക്തിഗാനം പാടിയത് രജീഷായിരുന്നു. സൂപ്പർ തുടക്കമായിരുന്നു. എല്ലാ ഗായകരും സൂപ്പറായിട്ട് പാടി. പിന്നെ അപ്പടി പോട് എന്ന് പറഞ്ഞ പാട്ട് ജയശ്രീയോടൊപ്പം സൂപ്പറായിട്ട് പാടി. അപ്പോൾ എല്ലാവരെയും ഞാൻ കവർ ചെയ്തെന്തോ. ഈ ക്യാപ്റ്റൻ എന്തോന്നു മാത്യു സാറിൻ്റെ അടുത്ത് പോലും എനിക്ക് വരാൻ പറ്റിയില്ല. ഹലോ മാത്യു സാർ, എന്താ സാറേ പാടാതെ? പാടിയില്ല. എന്താ പാടാത്തത്? ഇവിടെ കൂടെ എടുക്കട്ടെ. സുജിത്തൻ എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു. ലൈറ്റ് കമറാണ് എപ്പോഴും. എത്തി നൈന ചേട്ടൻ. മലയാള ഭാഷ തന്നെ. കഴിഞ്ഞ ആഴ്ച നേരത്തെ വന്നു ഭക്തിഗാനമായിരുന്നു. ഷായ് ചേട്ടാ, എന്താ ഷായ് ചേട്ടാ ഒതുങ്ങി നിൽക്കുന്നത്? ഷായ് ചേട്ടാ കയറി അകത്ത് വരൂ. ഓക്കെ, ഞാൻ ക്യാപ്റ്റൻ എടുത്തില്ല. ക്യാപ്റ്റൻ